TLB's ബയോളജി ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. +1 സുവോളജി സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ അനിമൽസ് എന്ന ചാപ്റ്ററിലെ 4ാമത്തെ ഭാഗം വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അനാട്ടമി ഓഫ് കോക്രോച്ച് എന്ന ടോപ്പിക്കാണ്. അനാട്ടമി എന്ന് പറഞ്ഞാൽ ഒരു ജീവിയുടെ ശരീരത്തിൻ്റെ അകത്തുള്ള ഭാഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്. ഇൻറ്റേർണൽ സ്ട്രക്ചർ ഓഫ് ആൻ ഓർഗാനിസം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് പഠിച്ചു. മോർഫോളജി ഓഫ് കോക്രോച്ചിൽ കോക്രോച്ചിൻ്റെ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് പഠിച്ചു. ഈ വീഡിയോയിൽ നമുക്ക് കോക്രോച്ചിൻ്റെ ഇൻറ്റേർണൽ ഫീച്ചേഴ്സ് മനസ്സിലാക്കാം. ഇൻറ്റേർണൽ ഫീച്ചേഴ്സിനെ വിളിക്കുന്ന ടേമാണ് അനാട്ടമി. അതിലാദ്യം കോക്രോച്ചിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ കുറിച്ച് മനസ്സിലാക്കാം. ഡൈജസ്റ്റീവ് സിസ്റ്റം അഥവാ അലിമെൻ്ററി കനാൽ, ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു 3 regions. 3 പ്രധാനപ്പെട്ട റീജിയൻസ് ആയിട്ട് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ തിരിച്ചിട്ടുണ്ട്. മൗത്ത് മുതൽ ഏനസ് വരെയുള്ള ഭാഗമാണ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഭാഗമെന്ന് പറയുന്നത്. അപ്പോൾ ഈ റീജിയൻസിനെ 3 regions ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ആദ്യത്തെ റീജിയനെ ഫോർഗഡ് എന്നും, അടുത്ത കുറച്ച് ഭാഗത്തിനെ മിഡ്ഗഡ് എന്നും, ലാസ്റ്റ് പോർഷനെ ഹൈൻഡ്ഗഡ് എന്നും വിളിക്കുന്നു. ഫോർഗഡ്, മിഡ്ഗഡ്, ഹൈൻഡ്ഗഡ്. ഇതിൽ ആദ്യത്തെ ഭാഗം ഫോർഗഡിൽ എന്തൊക്കെ വരുന്നു എന്ന് നോക്കാം. ഇവിടെ മൗത്ത് ഉണ്ട്. അപ്പോൾ മൗത്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഫാരിങ്സ് എന്നൊരു റീജിയൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഫാരിങ്സ് കഴിഞ്ഞിട്ട് വരുന്ന ഭാഗമാണ് ഈ കാണുന്ന ഈസോഫേഗസ് എന്ന് പറയുന്ന ഭാഗം. അത് കഴിഞ്ഞിട്ട് ക്രോപ്പ്, ഗിസാഡ്. ഫോർഗട്ടിൻ്റെ ഭാഗങ്ങളെന്ന് പറയുന്നത് മൗത്ത്, ഫാരിങ്സ്, ഈസോഫേഗസ്, ക്രോപ്പ്, ഗിസാഡ്. ഗിസാഡിനെ മറ്റൊരു പേരിൽ കൂടെ അറിയപ്പെടും, പ്രോ വെൻട്രിക്കുലസ് എന്നുള്ള പേരിൽ കൂടി അറിയപ്പെടും. ഗിസാഡ് ഓർ പ്രോ വെൻട്രിക്കുലസ്. ദ എൻറ്റയർ ഫോർഗഡ് ഈസ് ലൈൻഡ് ബൈ ക്യൂട്ടിക്കിൾ. ക്യൂട്ടിക്കിൾ എന്നുള്ള ഒരു ആവരണം കൊണ്ട് ഫോർഗഡ് മൊത്തത്തിൽ ആവരണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫോർഗഡിൻ്റെ ഭാഗങ്ങൾ ഒന്നുകൂടെ ഒന്ന് പരിചയപ്പെടാം. മൗത്ത്, ഫാരിങ്സ്, ഈസോഫേഗസ്, ക്രോപ്പ്, ഗിസാഡ് ഓർ പ്രോ വെൻട്രിക്കുലസ്. ഇത്രയുമാണ് ഫോർഗഡിൽ വരുന്ന ഭാഗങ്ങൾ. ഇനി ഇതിലെ ക്രോപ്പിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഫാരിങ്സും ഈസോഫേഗസും കഴിഞ്ഞിട്ട് അടുത്ത് വരുന്ന ഒരു വലിയൊരു ചേംബറാണ് ഈ ക്രോപ്പ് എന്ന് പറയുന്ന ചേംബർ. ഈസോഫേഗസ് ഓപ്പൺ ഇൻറ്റു എ സാക്ക് ലൈക്ക് സ്ട്രക്ചർ കാൾഡ് ക്രോപ്പ്. ഒരു സഞ്ചി പോലത്തെ ഫുഡൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സഞ്ചിയാണ്. വിച്ച് ഈസ് യൂസ്ഡ് ഫോർ സ്റ്റോറിങ് ഓഫ് ഫുഡ്. ഇപ്പോൾ കോക്രോച്ച് ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കാൻ സഹായിക്കുന്ന, നമ്മുടെയൊക്കെ സ്റ്റൊമക്ക് പോലെ ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കാൻ സഹായിക്കുന്ന കോക്രോച്ചിൻ്റെ ഭാഗമാണ് ക്രോപ്പ് എന്ന് പറയുന്ന ഭാഗം. ഇനി അടുത്ത ഭാഗമാണ് ഗിസാഡ് എന്ന് പറയുന്ന ഭാഗം. അതിനെക്കുറിച്ചും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഗിസാഡ് ഹെൽപ്സ് ഇൻ ഗ്രൈൻഡിങ് ദ ഫുഡ് പാർട്ടിക്കിൾസ്. ഫുഡ് പാർട്ടിക്കിളിനെ ശരിക്കും ഇത് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഗിസാഡാണ്. അപ്പം ഇങ്ങനെ ഗ്രൈൻഡിങ്ങിന് വേണ്ടി ഈ ഗിസാഡിനകത്ത് അല്ലെങ്കിൽ പ്രോ വെൻട്രിക്കുലസിനകത്ത് ടീത്തുണ്ട്. ടീത്ത് പോലത്തെ സ്ട്രക്ചേഴ്സ് ഉണ്ട്. എന്തായാലും ഗിസാഡിൻ്റെ ഔട്ടർ റീജിയൺ എന്ന് പറയുന്നത് സർക്കുലാർ മസിൽസ് കൊണ്ടുള്ള ഒരു കവറിംഗ് ആണ്. ഔട്ടർ ലെയർ ഓഫ് തിക്ക് സർക്കുലാർ മസിൽസ്, നല്ല കട്ടിയുള്ള സർക്കുലാർ മസിൽസ് കൊണ്ടുള്ള ഒരു ആവരണമാണ് ഗിസാഡിൽ ആദ്യം കാണുക. ഇനി അതിന് അകത്തായിട്ട് ഇന്നർ ക്യൂട്ടിക്കിൾ ഫോമിങ് 6 ഹൈലി കൈറ്റിനസ് പ്ലേറ്റ്സ്. ഇപ്പോൾ കൈറ്റിൻ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള നല്ല കട്ടിയുള്ള കുറേ പ്ലേറ്റുകളാണ്. എത്ര പ്ലേറ്റുകളുണ്ട്? 6 പ്ലേറ്റുകൾ ഇതിനകത്ത് കാണാൻ സാധിക്കും. ഇത് 6ഉം ടീത്ത് എന്ന് നമുക്ക് വേണമെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ഗിസാഡ് ഓർ പ്രോ വെൻട്രിക്കുലസ്, ഇറ്റ് ഹാസ് ആൻ ഔട്ടർ ലെയർ ഓഫ് തിക്ക് സർക്കുലാർ മസിൽസ് ആൻഡ് തിക്ക് ഇന്നർ ക്യൂട്ടിക്കിൾ ഫോമിങ് 6 ഹൈലി കൈറ്റിനസ് പ്ലേറ്റ് കാൾഡ് ടീത്ത്. ഇനി അടുത്തൊരു പാർട്ടാണ് ഹെപ്പാറ്റിക് സീക്കെ അല്ലെങ്കിൽ ഗാസ്ട്രിക് സീക്കെ എന്ന് പറയുന്ന പാർട്ട്. ക്രോപ്പ് കഴിഞ്ഞിട്ട് അടുത്ത ഗിസാഡും കഴിഞ്ഞിട്ട് അടുത്ത് വരുന്ന പ്രധാനപ്പെട്ട ഒരു റീജിയനാണ് ഫോർഗഡിലെ ഹെപ്പാറ്റിക് സീക്കെ എന്ന് പറയുന്ന റീജിയൻ. എന്താണത്? എ റിംഗ് ഓഫ് 6 to 8 ബ്ലൈൻഡ് ട്യൂബ്യൂൾസ്. ഇപ്പോൾ ബ്ലൈൻഡ് ട്യൂബ്യൂൾസ് എന്ന് പറഞ്ഞാൽ ഈ ട്യൂബ്യൂളിന് പുറത്തേക്ക് ഇവിടെ ഓപ്പണിംഗ് ഇല്ല. ഓപ്പണിംഗ് ഇല്ലാത്തത് കൊണ്ടാണ് ഇതിനെ ബ്ലൈൻഡ് ട്യൂബ്യൂൾസ് എന്ന് വിളിക്കുന്നത്. അകത്തേക്ക് മാത്രമേ ഓപ്പണിംഗ് ഉള്ളൂ. അങ്ങനെ ഒരു 6 മുതൽ 8 എണ്ണം വരെ കാണും. ഈ ട്യൂബ്യൂൾസിനെ വിളിക്കുന്ന പേരാണ് ഹെപ്പാറ്റിക് സീക്കെ അല്ലെങ്കിൽ ഗാസ്ട്രിക് സീക്കെ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഫങ്ഷൻ ഡൈജസ്റ്റീവ് ജ്യൂസ് സെക്രീറ്റ് ചെയ്യുക.
അപ്പോൾ ഡൈജഷന് സഹായിക്കുന്ന ഡൈജസ്റ്റീവ് എൻസൈംസ് അടങ്ങിയ ഡൈജസ്റ്റീവ് ജ്യൂസ് സെക്രീറ്റ് ചെയ്യുന്ന പാർട്ടാണ് ഹെപ്പാറ്റിക് CK എന്ന് വിളിക്കുന്നത്. A ring of 6 to 8 blind tubules called hepatic or gastric CK is present at the junction of foregut and midgut. അപ്പോൾ അതിൻ്റെ പൊസിഷൻ ഓർമ്മിക്കുക. ഇത്രയും ഇതുവരെ വരുന്ന ഗിസാഡ് വരെ വരുന്ന ഭാഗമാണ് ഫോർഗഡ്. അപ്പോൾ അതിന് ശേഷം വരുന്ന ഭാഗമാണ് മിഡ്ഗഡ്. അപ്പോൾ ഫോർഗഡിനും മിഡ്ഗഡും ചേരുന്ന സ്ഥലത്ത് 6 to 8 ബ്ലൈൻഡ് ട്യൂബ്യൂൾസ് കാണും. അപ്പോൾ ആ ബ്ലൈൻഡ് ട്യൂബ്യൂൾസിനെ വിളിക്കുന്ന പേരാണ് ഹെപ്പാറ്റിക് CK ഓർ ഗ്യാസ്ട്രിക് CK. എന്താ അതിൻ്റെ ഫങ്ഷൻ? വിച്ച് സെക്രീറ്റ് ഡൈജസ്റ്റീവ് ജ്യൂസ്. ഡൈജസ്റ്റീവ് ജ്യൂസ് സെക്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഹെപ്പാറ്റിക് CKയുടെ ഫങ്ഷൻ. ഇനി മറ്റൊരു പാർട്ടിൻ്റെ പേര് പരിചയപ്പെടാം. ദാറ്റ് ഈസ് മാൽപീജിയൻ ട്യൂബ്യൂൾസ്. ഇത് കാണുന്നത് അറ്റ് ദ ജംഗ്ഷൻ ഓഫ് മിഡ്ഗഡ് ആൻഡ് ഹൈൻഗഡ്. അപ്പം മിഡ്ഗഡും ഹൈൻഗഡും ചേരുന്ന സ്ഥലത്താണ്. ഇതാണ് ഹൈൻഗഡ്, ഇത് മിഡ്ഗഡ്. ഇത് രണ്ടും കൂടെ ചേരുന്ന സ്ഥലത്ത് ദർ ഈസ് എ റിംഗ് ഓഫ് 100 to 150 യെല്ലോ കളേർഡ് തിൻ ഫിലമെൻ്റസ് ട്യൂബ്യൂൾസ്. അപ്പം 100 മുതൽ 150 വരെ ഒരു മഞ്ഞ നിറത്തിലുള്ള ഒരു ഫിലമെൻ്റസ് ട്യൂബ്യൂൾസ് കാണാൻ സാധിക്കും. ആ ട്യൂബ്യൂൾസിനെ വിളിക്കുന്ന പേരാണ് മാൽപീജിയൻ ട്യൂബ്യൂൾസ്. മാൽപീജിയൻ ട്യൂബ്യൂൾസ് ആണ് ഇതിൻ്റെ എക്സ്ക്രീഷൻ ഫങ്ഷൻ ചെയ്യുന്ന പാർട്ട്, അല്ലെങ്കിൽ കോക്രോച്ചിൻ്റെ എക്സ്ക്രീറ്ററി ഓർഗൻ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന പാർട്ട്. ദാറ്റ് ഈസ് മാൽപീജിയൻ ട്യൂബ്യൂൾസ്. ദേ ഹെൽപ്പ് ഇൻ റിമൂവൽ ഓഫ് എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ഫ്രം ഹീമോലിംഫ്. ഹീമോലിംഫാണ് അതിൻ്റെ ബ്ലഡിനെ വിളിക്കുന്ന പേര്. ആ ഹീമോലിംഫിൽ നിന്നുള്ള എക്സ്ക്രീറ്ററി പ്രോഡക്ട്സിനെ റിമൂവ് ചെയ്യുക എന്നുള്ള ഫങ്ഷൻ ചെയ്യുന്ന ട്യൂബ്യൂൾസാണ് മാൽപീജിയൻ ട്യൂബ്യൂൾസ്. അപ്പോൾ ഫോർഗഡിൽ നമ്മൾ മനസ്സിലാക്കിയതാണ് ഈ പോർഷനെ നമ്മൾ ഈസോഫേഗസ് എന്ന് വിളിക്കുന്നു. ഈസോഫേഗസ് കഴിഞ്ഞിട്ട് വരുന്ന പോർഷനാണ് ക്രോപ്പ് എന്ന് പറയുന്നത്. ഫുഡിനെ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യുന്ന പാർട്ടാണ്. അത് കഴിഞ്ഞിട്ട് വരുന്ന പോർഷനാണ് ഗിസാഡ് എന്ന് വിളിക്കുന്നത്. ഗ്രൈൻഡ് ചെയ്യുന്ന പോർഷനാണ് ഹെപ്പാറ്റിക് CK എന്ന് പറയുന്ന പോർഷൻ. ഫോർഗഡും മിഡ്ഗഡും ചേരുന്ന സ്ഥലത്ത് കാണുന്നു. അവിടെ അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഡൈജസ്റ്റീവ് ജ്യൂസ് സെക്രീറ്റ് ചെയ്യുകയാണ്. ഇനി മിഡ്ഗഡും ഹൈൻഗഡും ചേരുന്ന സ്ഥലത്ത് കാണുന്ന 100 to 150 ബ്ലൈൻഡ് ട്യൂബ്യൂൾസ്, അതിനെ വിളിക്കുന്ന പേരാണ് മാൽപീജിയൻ ട്യൂബ്യൂൾസ്. എക്സ്ക്രീറ്ററി ഫംഗ്ഷൻ ചെയ്യുന്ന ട്യൂബ്യൂളാണ് മാൽപീജിയൻ ട്യൂബ്യൂൾസ്. ഇനി ഹൈൻഗഡിൻ്റെ പാർട്ട് നോക്കാം. ദ ഹൈൻഗഡ് ഈസ് ബ്രോഡർ ദാൻ മിഡ്ഗഡ് ആൻഡ് ഈസ് ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു ഇലിയം, കോളോൺ ആൻഡ് റെക്റ്റം. ഇവിടെ ഫോർഗഡ് കണ്ടു. ഫോർഗഡിന് ശേഷം വരുന്ന ഭാഗമാണ് മിഡ്ഗഡ്, അല്ലെങ്കിൽ മീസെൻട്രോൺ എന്ന് വിളിക്കുന്നു. മീസെൻട്രോൺ ഓർ മിഡ്ഗഡ്. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പാർട്ടുകളൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് വരുന്ന പോർഷനാണ് ഹൈൻഗഡ്. ഇപ്പോൾ ഹൈൻഗഡിനെ 3 പാർട്ടായിട്ട് തിരിക്കുന്നു. ഇലിയം എന്നും കോളോൺ എന്നും റെക്റ്റം എന്നും പറയുന്ന 3 പാർട്ട്. ഇലിയം, കോളോൺ, റെക്റ്റം എന്ന് പറയുന്ന 3 പാർട്ടായിട്ട് ഹൈൻഗഡിനെ തിരിച്ചിട്ടുണ്ട്. ദ റെക്റ്റം ഓപ്പൺസ് ഔട്ട് ത്രൂ ഏനസ്. റെക്റ്റം പുറത്തേക്ക് ഏനൽ ഓപ്പണിംഗ് വഴി പുറത്തേക്ക് തുറക്കുന്നു. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ പാർട്ടുകൾ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് 3 പാർട്ടുകളെ നമ്മൾ തിരിക്കുന്നു. ഫോർഗഡ്, മിഡ്ഗഡ് ഓർ മീസെൻട്രോൺ, ഹൈൻഗഡ്. ഫോർഗഡിൻ്റെ പാർട്ടുകളാണ് മൗത്ത്, ഫാരിങ്സ്, ഈസോഫേഗസ്, ക്രോപ്പ്, ഗിസാഡ് ഓർ പ്രോവെൻട്രിക്കുലസ്, ഹെപ്പാറ്റിക് ഓർ ഗ്യാസ്ട്രിക് CK. ഹൈൻഗഡിൻ്റെ പോർഷൻസാണ് ഇലിയം, കോളോൺ, റെക്റ്റം, ഏനസ്. പിക്ചറിൽ ഒന്നുകൂടെ നോക്കുക. ഇവിടെ കാണാം നമുക്ക് മൗത്ത് കഴിഞ്ഞിട്ടുള്ള ഫാരിങ്സ് കാണാം. ഇതിവിടെ ഈസോഫേഗസ്, ക്രോപ്പ്, ഗിസാഡ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഫോർഗഡും മിഡ്ഗഡും ചേരുന്ന സ്ഥലത്ത് ഹെപ്പാറ്റിക് CK കാണാം. അത് കഴിഞ്ഞിട്ട് മിഡ്ഗഡ് ഓർ മീസെൻട്രോൺ കാണാം. അത് കഴിഞ്ഞിട്ട് മിഡ്ഗഡും ഹൈൻഗഡും ചേരുന്ന സ്ഥലത്ത് ഇവിടെ മാൽപീജിയൻ ട്യൂബ്യൂൾസ് കാണാം. ഇവിടെ ഹൈൻഗഡിൻ്റെ ഭാഗത്തായിട്ട് നമുക്ക് ഇലിയം, കോളോൺ, റെക്റ്റം എന്നീ പാർട്ടുകളെ കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് കോക്രോച്ചിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ വരുന്നത്. അടുത്തതായിട്ട് നമുക്ക് കോക്രോച്ചിൻ്റെ ബ്ലഡ് വാസ്കുലാർ സിസ്റ്റത്തിനെ കുറിച്ച് മനസ്സിലാക്കാം. ദ സർക്കുലേറ്ററി സിസ്റ്റം ഓഫ് കോക്രോച്ച് ഈസ് ഓപ്പൺ ടൈപ്പ്. ഓപ്പൺ ടൈപ്പ് ഓഫ് സർക്കുലേഷനാണ് കോക്രോച്ചിനുള്ളത്. നേരത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്താണ് ഓപ്പൺ ടൈപ്പ് ഓഫ് സർക്കുലേഷൻ, എന്താണ് ക്ലോസ്ഡ് ടൈപ്പ് ഓഫ് സർക്കുലേഷൻ എന്നുള്ളത്. ബ്ലഡ് വഹിച്ചു കൊണ്ടുപോകാനായിട്ട് ഡെഫിനിറ്റായിട്ട് ബ്ലഡ് വെസൽസ് ഉള്ളതാണ് ക്ലോസ്ഡ് ടൈപ്പ് ഓഫ് സർക്കുലേഷൻ. ആർട്ടറീസും വെയിൻസും കാപ്പിലറീസും ഒക്കെ ഉള്ള ബ്ലഡ് സർക്കുലാർ സിസ്റ്റമാണ് ക്ലോസ്ഡ് ടൈപ്പ് ഓഫ് സർക്കുലേഷൻ. എന്നാൽ അത്തരം ബ്ലഡ് വെസൽസ് ഒന്നും കാണാതെ ബോഡി ഫ്ലൂയിഡ്
മൊത്തം ഇങ്ങനെ ബോഡിയിലെ ഇൻറ്റേർണൽ ഓർഗൻസ് മൊത്തം ബ്ലഡിൽ ബാത്ത് ചെയ്ത് കിടക്കുന്ന, കുളിച്ച് കിടക്കുന്ന ടൈപ്പ് ഓഫ് സർക്കുലേഷനാണ് ഓപ്പൺ ടൈപ്പ് ഓഫ് സർക്കുലേഷൻ. ആ രീതിയിലുള്ള ഒരു സർക്കുലേറ്ററി സിസ്റ്റമാണ് കോക്രോച്ചിൽ കാണുന്നത്. ബ്ലഡ് വാസ്കുലാർ സിസ്റ്റം ഓഫ് കോക്രോച്ച് ഈസ് ആൻ ഓപ്പൺ ടൈപ്പ്. ബ്ലഡ് വെസൽസ് ആർ പുവർലി ഡെവലപ്ഡ് ആൻഡ് ഓപ്പൺ ഇൻ ടു സ്പേസ് ഹീമോസീൽ. വളരെ കുറച്ച് മാത്രമേ ബ്ലഡ് വെസൽസിൻ്റെ ഡെവലപ്മെൻ്റ് ഉള്ളൂ. ആ ബ്ലഡ് ഫിൽഡ് ബോഡി ക്യാവിറ്റിയെ വിളിക്കുന്ന പേരാണ് ഹീമോസീൽ. വിസറൽ ഓർഗൻസ് ലൊക്കേറ്റഡ് ഇൻ ദ ഹീമോസീൽ ആർ ബാത്ത്ഡ് ഇൻ ബ്ലഡ്. ബ്ലഡിനെ വിളിക്കുന്ന പേരാണ് ഹീമോലിംഫ്. വിസറൽ ഓർഗൻസ് എന്ന് വിളിക്കുന്നത് ഇതിനകത്ത് കാണുന്ന ഇൻറ്റേർണൽ ഓർഗൻസിനെയാണ് വിസറൽ ഓർഗൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഹീമോസീലിൽ, അതായത് ബ്ലഡ്, അതിനകത്ത് ഈ ഹീമോസീൽ എന്ന് പറയുന്നത് ബ്ലഡ് ഫിൽഡ് ബോഡി ക്യാവിറ്റിയെ വിളിക്കുന്ന പേരാണ് ഹീമോസീൽ. അപ്പോൾ അതിൽ കാണുന്ന ബ്ലഡിനെ വിളിക്കുന്ന പേരാണ് ഹീമോലിംഫ്. ദ ഹീമോലിംഫ് ഈസ് കമ്പോസ്ഡ് ഓഫ് കളർലെസ് പ്ലാസ്മ ആൻഡ് ഹീമോസൈറ്റ്സ്. ഈ ഹീമോലിംഫിനകത്ത് കളറില്ലാത്ത പ്ലാസ്മ, കളർലെസ് ആണ് പ്ലാസ്മ, ആൻഡ് ഹീമോസൈറ്റ്സ്. ഹീമോസൈറ്റ്സ് എന്ന് പറയുന്നത് ബ്ലഡ് സെൽസ്. അപ്പോൾ കളർലെസ് പ്ലാസ്മയും ബ്ലഡ് സെൽസും നമുക്കിതിനകത്ത് കാണാൻ സാധിക്കും. ഇനി ഹാർട്ടിനെ കുറിച്ച് പറയുമ്പോൾ, ഹാർട്ട് ഓഫ് കോക്രോച്ച് കൺസിസ്റ്റ് ഓഫ് ഇലോങ്ങേറ്റഡ് മസ്കുലാർ ട്യൂബ് ലൈയിങ് എലോങ് മിഡ് ഡോർസൽ ലൈൻ ഓഫ് തൊറാക്സ് ആൻഡ് അബ്ഡോമൻ. ഇപ്പോൾ തൊറാക്സിലെയും താഴത്തെ പോർഷനാണ് അബ്ഡോമൻ, മേളിലത്തെ പോർഷനാണ് തൊറാക്സ്. അപ്പോൾ തൊറാക്സിലും അബ്ഡോമനിലുമായിട്ട് ഒരു എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു ഇലോങ്ങേറ്റഡ് ട്യൂബ്, അതാണ് ഹാർട്ട്. ഹാർട്ട് എന്ന് പറയുന്നത് ഒരു ഇലോങ്ങേറ്റഡ് മസ്കുലാർ ട്യൂബാണ്. ഡോർസൽ സൈഡിൻ്റെ മിഡിൽ പോർഷനിലായിട്ട് കാണാൻ സാധിക്കും. തൊറാക്സ് മുതൽ അബ്ഡോമൻ വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കാണാൻ സാധിക്കും. ഇറ്റ് ഈസ് ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു ഫണൽ ഷേപ്ഡ് ചേമ്പേഴ്സ്. അപ്പോൾ ഇത് ഓരോന്നും ഓരോ ചേമ്പേഴ്സാണ്, ഓരോ അറകളാണ്. വിത്ത് ഓസ്റ്റിയ ഓൺ എയ്തർ സൈഡ്സ്. അപ്പോൾ ഈ ചേമ്പേഴ്സിൻ്റെ സൈഡിൽ ഓസ്റ്റിയ എന്ന് പറയുന്ന ഓപ്പണിങ്സ് ഉണ്ടാവും. ഇവിടെ ഈ പിക്ചറിൽ നമുക്ക് കാണാം. ഇത് ഓസ്റ്റിയ എന്ന് പറയുന്ന ഓപ്പണിംഗ് ഇവിടെ സൈഡിലുണ്ട്. ഇവിടെ സൈഡിൽ കാണാം, ഓസ്റ്റിയ എന്ന് പറയുന്ന ഓപ്പണിംഗ് കാണാം. രണ്ട് വശത്തുമുണ്ട്, ഈ സൈഡിലും ഓസ്റ്റിയ ഓപ്പണിങ്സ് ഉണ്ടാകും. ബ്ലഡ് ഫ്രം സൈനസസ് എൻറ്റർ ഹാർട്ട് ത്രൂ ഓസ്റ്റിയ. ബ്ലഡ് ഫിൽഡ് ബോഡി ക്യാവിറ്റിയിൽ ബ്ലഡ് ഫില്ല് ചെയ്തിരിക്കുന്ന പോർഷൻസിനെ വിളിക്കുന്ന പേരാണ് സൈനസസ്. അപ്പോൾ ആ സൈനസസിൽ നിന്നുള്ള ബ്ലഡ് ഈ ഓസ്റ്റിയ വഴി എന്ത് ചെയ്യും, അകത്തേക്കും പുറത്തേക്കും കടക്കും. ബ്ലഡ് ഫ്രം സൈനസസ് എൻറ്റർ ഹാർട്ട് ത്രൂ ഓസ്റ്റിയ ആൻഡ് ഈസ് പമ്പ്ഡ് ആൻറ്റീരിയർലി ടു സൈനസസ് അഗൈൻ. അപ്പോൾ ഇവിടെ നിന്ന് കടക്കുന്ന ബ്ലഡ് പമ്പ് ചെയ്ത് മുകളിലേക്ക് സൈനസസിലേക്ക് പമ്പ് ചെയ്ത് മാറ്റുന്നു. അപ്പോൾ ഹാർട്ട് എന്ന് പറയുന്നത് നമ്മളിലേക്ക് കാണുന്ന അല്ലെങ്കിൽ ഹയർ ഓർഗാനിസത്തിൽ കാണുന്നത് പോലെ ഒരു ഹാർട്ടിൻ്റെ ഒരു ഡെവലപ്മെൻ്റ് ഒന്നും ഈ ഓർഗാനിസംസിൽ ഉണ്ടായിട്ടില്ല. ഒരു ഇലോങ്ങേറ്റഡ് മസ്കുലാർ ട്യൂബാണ് ഹാർട്ട് എന്ന് പറയുന്നത്. ഹാർട്ടിനകത്തേക്ക് ബ്ലഡ് എത്തിക്കാനായിട്ട് കുറേ ഓപ്പണിങ്സ് ഉണ്ട്. ആ ഓപ്പണിങ്സിനെ വിളിക്കുന്ന പേര് ഓസ്റ്റിയ എന്ന് വിളിക്കുന്നു. ബോഡി മൊത്തം അല്ലെങ്കിൽ ബോഡിയിലെ വിസറൽ ഓർഗൻസ് മൊത്തം ഈ ബ്ലഡിനകത്ത് മുങ്ങിക്കിടക്കുന്നു. അങ്ങനെ ബ്ലഡ് ഫിൽഡ് ബോഡി ക്യാവിറ്റിയെ വിളിക്കുന്ന പേരാണ് ഹീമോസീൽ എന്ന് വിളിക്കുന്നു. അതിൽ കാണുന്ന ബ്ലഡിനെ ഹീമോലിംഫ് എന്ന് വിളിക്കുന്നു. അതിൽ കാണുന്ന ബ്ലഡ് സെൽസിനെ ഹീമോസൈറ്റ്സ് എന്ന് വിളിക്കുന്നു. ഇനി കോക്രോച്ചിൻ്റെ റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ കുറിച്ച് മനസ്സിലാക്കാം. റെസ്പിറേറ്ററി സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് നെറ്റ്വർക്ക് ഓഫ് ട്രാക്കിയ. അപ്പോൾ ഇതും കുറേ ട്യൂബുകളാണ്. ആ ട്യൂബുകളെ വിളിക്കുന്ന പേര് ട്രാക്കിയൽ ട്യൂബ്സ് എന്നാണ് വിളിക്കുക. അപ്പോൾ ഈ ട്രാക്കിയൽ ട്യൂബ്സ് പുറത്തേക്ക് തുറക്കുന്ന ഓപ്പണിങ്ങിനെയാണ് വിളിക്കുന്ന പേരാണ് സ്പൈറക്കിൾ. അപ്പോൾ കുറേ നെറ്റ്വർക്ക് ഓഫ് ട്യൂബ്സ് ഇങ്ങനെ ബോഡിയിൽ മൊത്തം ഇങ്ങനെ വ്യാപിച്ച് കിടപ്പുണ്ട്. അപ്പോൾ ഈ ട്യൂബുകൾ പുറത്തേക്ക് സ്പൈറക്കിൾസ് എന്ന് പറയുന്ന ഓപ്പണിംഗ് വഴി പുറത്തേക്ക് തുറക്കുന്നു. ഈ സ്പൈറക്കിൾസ് വഴി എക്സ്റ്റേണൽ എയർ ഈ ട്യൂബിനകത്തേക്ക് കടക്കുന്നു. അങ്ങനെയാണ് ഇതിൽ ഓക്സിജൻ ഈ ഓർഗാനിസത്തിന് കിട്ടുന്നത്. The branching tubes, tracheal tubes, subdivided into tracheoles. ഇവിടെ ഈ ട്രാക്കിയൽ ട്യൂബ്സ് നമുക്ക് കാണാം. ഈ ട്രാക്കിയൽ ട്യൂബ്സ് അത് വീണ്ടും ഡിവൈഡ് ചെയ്യുന്നു. ട്രാക്കിയൽ ട്യൂബ്സ് ഡിവൈഡ് ചെയ്തിട്ട് വീണ്ടും ചെറിയ ചെറിയ ട്യൂബുകളായിട്ട് മാറുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് ട്രാക്കിയോൾസ്. ട്രാക്കിയോൾസ് ടിഷ്യൂസിലേക്ക് ഓപ്പൺ ചെയ്യുന്നു. ടിഷ്യൂസിന് ഓക്സിജൻ കൊടുക്കുന്നു. അവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ച് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് പുറത്തേക്ക് കൊടുക്കുന്നു.
അപ്പോൾ ഓക്സിജൻ സ്പൈറക്കിൾ വഴി അകത്തേക്ക് കടക്കുന്നു, ട്രാക്കിയയിലെത്തുന്നു, ട്രാക്കിയയിൽ നിന്നും അടുത്ത് ട്രാക്കിയോൾസിലേക്ക് പോകുന്നു, ട്രാക്കിയോൾസിൽ നിന്നും ടിഷ്യൂസിലേക്ക് പോകുന്നു. Thin branching tubes, tracheal tubes subdivided into tracheoles, carry oxygen from the air to all the parts. The opening of the spiracle is regulated by the sphincters. അപ്പോൾ ഇവിടെ ഈ സ്പൈറക്കിൾസിൻ്റെ ഓപ്പണിങ്സിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട്, തുറക്കുകയും അടയ്ക്കുകയും ചെയ്യാനായിട്ട് ചെറിയ വാൽവുകൾ പോലത്തെ സ്ട്രക്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് സ്ഫിങ്ക്റ്റേഴ്സ്. The opening of the spiracles is regulated by the sphincters. Exchange of gases takes place at the tracheoles by diffusion. അപ്പോൾ ഇവിടെ ഗ്യാസ് എത്തിയിട്ട്, അറ്റ്മോസ്ഫിയറിക് എയർ എത്തിയിട്ട് ഓക്സിജൻ ഇങ്ങോട്ട് ടിഷ്യൂസിലേക്ക് ഡിഫ്യൂസ് ചെയ്യുന്നു. ടിഷ്യൂസിലുണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ച് ട്രാക്കിയോൾസിലേക്ക് ഡിഫ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഡിഫ്യൂഷൻ വഴിയാണ് ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ എയർ പോകുന്ന റൂട്ട് ഒന്നുകൂടെ പറഞ്ഞാൽ, എയർ ഫ്രം ഔട്ട്സൈഡ്, പുറത്തുനിന്നും എയർ ആദ്യം എവിടെ പ്രവേശിക്കുന്നു? സ്പൈറക്കിൾ എന്ന് പറയുന്ന ഓപ്പണിങ്ങിൽ പ്രവേശിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ട്രാക്കിയൽ ട്യൂബ്സിലേക്ക് പ്രവേശിക്കുന്നു. ട്രാക്കിയൽ ട്യൂബ്സിൽ നിന്ന് ട്രാക്കിയോൾസിലേക്ക് പ്രവേശിക്കുന്നു. ട്രാക്കിയോൾസിലേക്ക് പ്രവേശിക്കുന്നു. ട്രാക്കിയോൾസിൽ നിന്നും ടിഷ്യൂസിലേക്ക് പ്രവേശിക്കുന്നു. ടിഷ്യൂസിൽ വെച്ച് ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നു. ഇനി കോക്രോച്ചിൻ്റെ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിനെ കുറിച്ച് മനസ്സിലാക്കാം. എക്സ്ക്രീറ്ററി ഓർഗൻ നേരത്തെ പരിചയപ്പെട്ടു. എന്താണ്? മാൽപീജിയൻ ട്യൂബ്യൂൾസ് ആണ്. മാൽപീജിയൻ ട്യൂബ്യൂൾസ് എന്ന് പറയുന്ന കുറേ ട്യൂബ്യൂൾസ് നമ്മളിവിടെ മിഡ് ഗഡും ഹൈൻഡ് ഗഡും ചേരുന്ന പോർഷനിൽ നമ്മൾ നേരത്തെ കണ്ടതാണ്. അപ്പോൾ ഈ ട്യൂബ്യൂൾസിനെ വിളിക്കുന്ന പേരാണ് മാൽപീജിയൻ ട്യൂബ്യൂൾസ്. ഈ ട്യൂബ്യൂൾസാണ് എക്സ്ക്രീഷൻ ഫംഗ്ഷൻ നടത്തുന്നത്. ബ്ലഡിൽ നിന്നുള്ള നൈട്രോജീനസ് വേസ്റ്റുകളും മറ്റുമൊക്കെ റിമൂവ് ചെയ്യുന്നത് മാൽപീജിയൻ ട്യൂബ്യൂൾസാണ്. ഓരോ ട്യൂബ്യൂൾസിൻ്റെയും അകവശത്തെ ആവരണം ചെയ്തുകൊണ്ട് ഗ്ലാൻഡുലാർ സെൽസും സീലിയേറ്റഡ് സെൽസും ഉണ്ട്. ഇതാണ് മാൽപീജിയൻ ട്യൂബ്യൂള്. ഈ മാൽപീജിയൻ ട്യൂബ്യൂളിനെ ലൈൻ ചെയ്തുകൊണ്ട്, ആവരണം ചെയ്തുകൊണ്ട് ഇതിനകത്ത് ഗ്ലാൻഡുലാർ എപ്പിത്തീലിയൽ സെൽസും അതുപോലെ സീലിയേറ്റഡ് എപ്പിത്തീലിയൽ സെൽസും ഉണ്ടാകും. അപ്പോൾ ഈ സെൽസ് എന്ത് ചെയ്യും? ദേ അബ്സോർബ് നൈട്രോജീനസ് വേസ്റ്റ് പ്രോഡക്ട്സ് ആൻഡ് കൺവേർട്ട് ദം ഇൻ ടു യൂറിക് ആസിഡ് which is excreted out through the hindgut. അപ്പോൾ ഇവിടെ ബോഡി ഫ്ലൂയിഡിനകത്താണ് ഈ സാധനം കാണുന്നതെന്ന് നിങ്ങൾക്കറിയാം. എലിമെൻ്ററി കനാലുമായിട്ട് ചേർന്നാണ് മാൽപീജിയൻ ട്യൂബ്യൂൾസ് കാണുന്നത്. ബ്ലഡ് ഫിൽഡ് ബോഡി ക്യാവിറ്റിയാണ്. അപ്പോൾ ബ്ലഡിൽ നിന്നുമുള്ള നൈട്രോജീനസ് വേസ്റ്റുകളെ ആര് കളക്ട് ചെയ്യുന്നു? ഗ്ലാൻഡുലാർ എപ്പിത്തീലിയൽ സെൽസും സീലിയേറ്റഡ് എപ്പിത്തീലിയൽ സെൽസും ഒക്കെ കളക്ട് ചെയ്തിട്ട് ഇതിനകത്തേക്ക് കൊണ്ടുവരും. ഇവിടെ കൊണ്ടുവന്നിട്ട് അതിൽ നിന്നും ആവശ്യമുള്ള പോർഷൻസിനെയൊക്കെ അകത്തോട്ട് അബ്സോർബ് ചെയ്തിട്ട് ഇതിനകത്തുള്ള നൈട്രോജീനസ് വേസ്റ്റുകളെ അത് യൂറിക് ആസിഡായിട്ട് കൺവേർട്ട് ചെയ്ത് നേരെ ഇൻഡസ്റ്റൈനകത്തേക്ക് വിടുന്നു, അല്ലെങ്കിൽ മീസെൻട്രോണിനകത്തേക്ക് വിടുന്നു. അത് ഹൈൻഡ് ഗഡിൽ കൂടെ ഡൈജസ്റ്റീവ് വേസ്റ്റിൻ്റെ കൂടെ അത് പുറത്തേക്ക് പോകുന്നു. Therefore, this insect is called uricotelic. Based on the type of nitrogenous waste excreted, cockroach belongs to the category of uricotelic animals. യൂറിക് ആസിഡാണ് ഇത് എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. നൈട്രോജീനസ് വേസ്റ്റുകളെ എക്സ്ക്രീറ്റ് ചെയ്യുന്ന യൂറിയ, അമോണിയ തുടങ്ങിയ നൈട്രോജീനസ് വേസ്റ്റുകളെ അത് യൂറിക് ആസിഡാക്കി മാറ്റിയാണ് പുറത്തേക്ക് കളയുന്നത്. അതുകൊണ്ട് കോക്രോച്ച് യൂറിക്കോടെലിക് എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്നു. യൂറിയയാണ് എക്സ്ക്രീറ്റ് ചെയ്യുന്നെങ്കിൽ യൂറിയോടെലിക് എന്ന് വിളിക്കും. അമോണിയ എക്സ്ക്രീറ്റ് ചെയ്യുന്നെങ്കിൽ അമോണോടെലിക് എന്ന് വിളിക്കും. കോക്രോച്ച് ഏത് വിഭാഗത്തിൽ വരുന്നു? കോക്രോച്ച് ബിലോങ്സ് ടു യൂറിക്കോടെലിക് ബിക്കോസ് ഇറ്റ് എക്സ്ക്രീറ്റ്സ് നൈട്രോജീനസ് വേസ്റ്റ് ഇൻ ദ ഫോം ഓഫ് യൂറിക് ആസിഡ്. ഇനി ഈ എക്സ്ക്രീഷനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് മറ്റ് ചില ഭാഗങ്ങൾ കൂടെ സഹായിക്കുന്നുണ്ട്. അതിലൊന്നാണ് ഫാറ്റ് ബോഡി. നമ്മൾ കോക്രോച്ചിൻ്റെ ബോഡിയെ നമ്മളൊന്ന് കട്ട് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ബോഡിക്കകത്ത് ഇതുപോലത്തെ ഫാറ്റ് ബോഡി കൊണ്ട്, കൊഴുപ്പ് കലകൾ കൊണ്ട് നിറഞ്ഞ ഒരു ഭാഗം കാണും. അപ്പോൾ ഇതും എക്സ്ക്രീഷന് വേണ്ടി സഹായിക്കുന്ന പാർട്ടാണ്. അതുപോലെ സ്പെഷ്യലൈസ്ഡ് സെൽസ് ഉണ്ട്. നെഫ്രോസൈറ്റ്സ് എന്ന് പറയുന്ന ചില പ്രത്യേക സെല്ലുകൾ. ഈ സെല്ലുകളും എക്സ്ക്രീറ്ററി ഫംഗ്ഷന് സഹായിക്കുന്ന സെല്ലാണ്. അതുപോലെ യൂറിക്കോസ് ഗ്ലാൻഡ് എന്ന് പറയുന്ന ഗ്ലാൻഡ്, അത് ഒരു അക്സസറി ഗ്ലാൻഡാണ്. ആ ഗ്ലാൻഡും എക്സ്ക്രീഷന് സഹായിക്കുന്ന ഒരു ഗ്ലാൻഡാണ് യൂറിക്കോസ് ഗ്ലാൻഡ്. These are also help in excretion. ഇനി കോക്രോച്ചിൻ്റെ നെർവസ് സിസ്റ്റത്തിനെ കുറിച്ച് മനസ്സിലാക്കാം.
The nervous system of cockroach consists of a series of fused segmentally arranged ganglia joined by paired longitudinal connectives on the ventral side. കോക്രോച്ചിൻ്റെ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് പിക്ചറിൽ നമുക്ക് കാണാം ഒരു ഡബിൾ നെർവ് കോഡാണ്, ഒരു പെയേർഡ് ലോഞ്ചിറ്റ്യൂഡിനൽ നെർവ് കോഡാണ്. അപ്പോൾ ഈ നെർവ് കോഡ് രണ്ട് ചരടുകൾ പോലെ നാഡികൾ ഇങ്ങനെ കാണാൻ സാധിക്കും. അതിൻ്റെ വെൻട്രൽ സൈഡിൽ അടിവശത്തായിട്ട് ഇതുപോലത്തെ ഒരു നാരികൾ പോലത്തെ ഒരു സ്ട്രക്ചർ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. ഇത് ഈ നാരികൾ പോലെ കാണുന്ന ഈ പെയേർഡ് നെർവ്സിനെ അവിടെ ആയിട്ട് അതിനെ പരസ്പരം കണക്ട് ചെയ്തിട്ടുണ്ട്. പിക്ചറിൽ കാണാൻ നമുക്ക് ഈ കണക്ട് ചെയ്തിരിക്കുന്ന റീജിയൻസിനെ നമ്മൾ ഗാംഗ്ലിയ എന്നാണ് വിളിക്കുക. ഈ ഗാംഗ്ലിയ സെഗ്മെൻ്റലി അറേഞ്ച്ഡ് ആണ്. ഇത് അതിൻ്റെ തൊറാസിക് റീജിയനാണ്. തൊറാസിക് റീജിയനിൽ 3 ഗാംഗ്ലിയോൺ കാണാൻ സാധിക്കും, തൊറാസിക് ഗാംഗ്ലിയോൺ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അബ്ഡോമിനൽ റീജിയനിൽ 6 ഗാംഗ്ലിയോൺ കാണാൻ സാധിക്കും. 3 ഗാംഗ്ലിയ ലൈ ഇൻ ദ തൊറാക്സ് ആൻഡ് 6 ഇൻ ദ അബ്ഡോമൻ. അപ്പോൾ തൊറാസിക് റീജിയനിൽ 3 ഗാംഗ്ലിയോയും അബ്ഡോമിനൽ റീജിയനിൽ 6 ഗാംഗ്ലിയോയും കാണാൻ സാധിക്കും. The nervous system of cockroach is spread throughout the body. ശരീരം മൊത്തം വ്യാപിച്ച് കിടക്കുന്ന ഒരു നെറ്റ്വർക്കാണ് ഇതിൻ്റെ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് സെഗ്മെൻ്റലി അറേഞ്ച്ഡ് ഗാംഗ്ലിയാണ് മെയിൻ പാർട്ട്. ഇനി ഇതിൻ്റെ ഹെഡ് റീജിയനിൽ ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു ഗാംഗ്ലിയോ ആണ്. ഈസോഫേഗസിൻ്റെ മുകളിലായിട്ട് പൊസിഷൻ വരും. സെഗ്മെൻ്റലി അറേഞ്ച്ഡ് ഗാംഗ്ലിയ ഉണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ഈസോഫേഗസിൻ്റെ മുകൾ ഭാഗത്തായിട്ട് വരുന്ന ഗാംഗ്ലിയോ, അതിനെ വിളിക്കുന്ന പേരാണ് സുപ്രാ ഈസോഫേഗിയൽ ഗാംഗ്ലിയോ. സുപ്രാ ഈസോഫേഗിയൽ ഗാംഗ്ലിയോണിനാണ് നമുക്കതിനെ കോക്രോച്ചിൻ്റെ ബ്രെയിൻ എന്ന് റെപ്രസെൻ്റ് ചെയ്യാവുന്ന ഭാഗം. അല്ലാതെ ഒരു വെൽ ഡിഫറൻഷിയേറ്റഡ് ബ്രെയിൻ ഒന്നും കോക്രോച്ചിനില്ല. സെഗ്മെൻ്റലി അറേഞ്ച്ഡ് ഗാംഗ്ലിയാണ് ഉള്ളത്. ആ ഗാംഗ്ലിയോയിൽ ഈസോഫേഗസിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കാണുന്ന സുപ്രാ ഈസോഫേഗിയൽ ഗാംഗ്ലിയോണാണ് ബ്രെയിൻ എന്ന് റെപ്രസെൻ്റ് ചെയ്യാവുന്ന ഭാഗം. വിച്ച് സപ്ലൈസ് നെർവ്സ് ടു ആൻറ്റന ആൻഡ് കോമ്പൗണ്ട് ഐസ്. അപ്പോൾ ഐയിലേക്കും അതുപോലെ ആൻറ്റന എന്ന് പറയുന്ന പാർട്ടിലേക്കും എൻ്റെ നെർവസ് സിസ്റ്റത്തിൻ്റെ കണക്ഷൻ കൊടുക്കുന്നത് ഈ സുപ്രാ ഈസോഫേഗിയൽ ഗാംഗ്ലിയോൺ ആണ്. ഇപ്പോൾ സൂചിപ്പിച്ചു, ഹെഡിൽ വളരെ കുറച്ച് മാത്രമേ നെർവസ് സിസ്റ്റം ഉള്ളൂ. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബ്രെയിൻ എന്ന് പറയുന്ന ഭാഗത്തിന് മറ്റ് ഭാഗങ്ങളുമായിട്ട് കൺട്രോൾ ഇല്ല എന്നുള്ളതാണ്. ബ്രെയിൻ ആകെ കൺട്രോൾ ചെയ്യുന്നത് ആൻറ്റിനയെയും അതുപോലെ ഐയെയും മാത്രമാണ്. അപ്പോൾ ബാക്കി ശരീരഭാഗങ്ങളുടെയും കൺട്രോളും കോർഡിനേഷനും ഒന്നും ഈ നെർവസ് സിസ്റ്റത്തിനില്ല. The head hold a bit of nervous system while the rest is situated along the ventral or belly side part of its body. ബാക്കി ഭാഗം കംപ്ലീറ്റ് ബെല്ലി സൈഡിൽ അല്ലെങ്കിൽ വെൻട്രൽ സൈഡിലാണ് കാണുന്നത്. അതുകൊണ്ട് നമ്മളൊരു ജീവനുള്ള ഒരു കോക്രോച്ചിനെ പിടിച്ചിട്ട് അതിൻ്റെ തല അങ്ങ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, if the head of the cockroach is cut off, it will still live for as long as 1 week. അപ്പോഴത് തല മുറിച്ച് കളഞ്ഞാലും ഈ ജീവിച്ചിരിക്കും. ഒരാഴ്ച വരെ ഇതിന് ജീവിച്ചിരിക്കാൻ പറ്റും. അപ്പോൾ ബാക്കി ഭാഗങ്ങളുടെ എല്ലാം കൺട്രോളും കോർഡിനേഷനും എന്ന് പറയുന്നത് ഈ തൊറാസിക് ഗാംഗ്ലിയയ്ക്കും അബ്ഡോമിനൽ ഗാംഗ്ലിയയ്ക്കും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ബ്രെയിൻ അല്ലെങ്കിൽ തലയുടെ ഭാഗത്തുള്ള നെർവസ് സിസ്റ്റത്തിന് വലിയ കൺട്രോൾ താഴോട്ടുള്ള ഭാഗങ്ങൾക്കില്ല. അപ്പോൾ അതുകൊണ്ട് തല കട്ട് ചെയ്ത് കഴിഞ്ഞാലുള്ള ഏക പ്രശ്നമെന്ന് പറഞ്ഞാൽ അതിന് ഫുഡ് കഴിക്കാൻ പറ്റില്ല എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തല കട്ട് ചെയ്ത് കഴിഞ്ഞാലും കോക്രോച്ചിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരാഴ്ചയോളം ജീവിച്ചിരിക്കാനുള്ള കപ്പാസിറ്റി കോക്രോച്ചിനുണ്ട്. ഇനി ഇതിൻ്റെ സെൻസ് ഓർഗൻസിനെ കുറിച്ച് മനസ്സിലാക്കാം. എന്തൊക്കെയാണ് ഇതിൻ്റെ സെൻസ് ഓർഗൻസ്? ആൻറ്റന, നേരത്തെ സൂചിപ്പിച്ച പാർട്ടാണ്. ആൻറ്റന എന്ന് പറയുന്ന ഒരു ഫിലമെൻ്റസ് സ്ട്രക്ചേഴ്സ് ഹെഡിൽ നിന്നും ഇങ്ങനെ റേസ് ചെയ്യുന്നുണ്ട്. ചുറ്റുപാടുമുള്ള എൻവയോൺമെൻറ്റിനെ മോണിറ്റർ ചെയ്യാനും സെൻസ് ചെയ്യാനും അതിനെ സഹായിക്കുന്ന പാർട്ടാണ് ആൻറ്റന. അതിൻ്റെ സെൻസ് ഓർഗനാണ്. ദെൻ ഐസ്, വിഷന് സഹായിക്കുന്ന പാർട്ടാണ് കോമ്പൗണ്ട് ഐസ്. ദെൻ മാക്സിലറി പാൽപ്സ്. മാക്സില എന്ന് പറഞ്ഞ ഭാഗം നേരത്തെ നമ്മൾ മൗത്ത് പാർട്സ് പഠിച്ചപ്പോൾ മനസ്സിലാക്കി. അതിൻ്റെ മൗത്ത് പാർട്സിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് മാക്സില. ഈ മാക്സിലയിൽ കാണുന്ന ഈ റീജിയൻസിനെയാണ് വിളിക്കുന്ന പേരാണ് മാക്സിലറി പാൽപ്സ്. മാക്സിലറി പാൽപ്സും എന്തിനു സഹായിക്കുന്നു?
സെൻസ് ഓർഗനായിട്ട് ചുറ്റുപാടുമുള്ള എൻവയോൺമെൻറ്റിനെ ടച്ച് ചെയ്ത് മനസ്സിലാക്കുവാൻ സഹായിക്കുന്ന പാർട്ടാണ് മാക്സിലറി പാൽപ്സ്. അതുപോലെ ഇതുപോലത്തെ പാൽപ്സ് സ്ട്രക്ചേഴ്സ് ലേബിയത്തിലുമുണ്ട്. അപ്പോൾ ഈ ലേബിയൽ പാൽപ്സും മാക്സിലറി പാൽപ്സും സെൻസ് ഓർഗൻസിൽ വരുന്നതാണ്. ഏനൽ സെർസി എന്ന് പറയുന്ന പാർട്ട് അത് നേരത്തെ മനസ്സിലാക്കിയതാണ്. ഏനൽ സ്റ്റൈലും ഏനൽ സെർസി. ഏനൽ സെർസി എന്ന് പറയുന്ന പാർട്ടും ഇതും അബ്ഡോമിനൽ റീജിയണിൽ കാണുന്നതാണ്. ഇതും അതിൻ്റെ സെൻസ് ഓർഗൻസിൽ വരുന്നതാണ്. ഇപ്പോൾ സെൻസ് ഓർഗൻസിൽ ആൻറ്റന ഉണ്ട്, ഐസ് ഉണ്ട്, മാക്സിലറി പാൽപ്സ് ഉണ്ട്, ലേബിയൽ പാൽപ്സ് ഉണ്ട്, ഏനൽ സെർസി. ഈ പാർട്ടുകളെല്ലാം സെൻസ് ഓർഗൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഇനി കോക്രോച്ചിൻ്റെ ഐയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞതാണ് കോക്രോച്ചിൻ്റെ വിഷൻ എന്ന് പറയുന്നത് കോമ്പൗണ്ട് വിഷനാണ്, അല്ലെങ്കിൽ മൊസൈക്ക് വിഷനാണ്. ഐസ് എന്ന് പറയുന്നത് കോമ്പൗണ്ട് ഐസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് കോമ്പൗണ്ട് ഐസ് എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ നമുക്കൊക്കെ അറിയാം, നമ്മുടെ കണ്ണുകളിൽ ഒരു ലെൻസേ ഉള്ളൂ. ഒരു ലെൻസ് കണ്ണിൽ നിന്ന് വസ്തുവിൽ നിന്നുള്ള ലൈറ്റ് കളക്ട് ചെയ്ത് റെറ്റിനയിൽ അതിൻ്റെ ഇമേജ് പതിപ്പിക്കുന്നു. എന്നാൽ കോക്രോച്ചിനെ സംബന്ധിച്ചിടത്തോളം 2000-ഓളം ഇതുപോലത്തെ ലെൻസ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഒരു ഹെക്സഗണൽ ഷേപ്പിലായിരിക്കുന്നത് പിക്ചറിൽ നോക്കിയാൽ കാണാം. ഇത് ഓരോന്നും ഓരോ ഐ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ഇപ്പോൾ കോക്രോച്ചിൻ്റെ ഈ ഒരു സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് ഒമാറ്റിഡിയ. പ്ലൂറൽ ഒമാറ്റിഡിയ, സിംഗുലർ ഒമാറ്റിഡിയം. അപ്പോൾ ഇത് ഓരോന്നും ഓരോ ഒമാറ്റിഡിയമാണ്, ഒരു ഹെക്സഗണൽ ഷേപ്പിൽ കാണുന്ന ഈ സ്ട്രക്ചേഴ്സ്. അപ്പോൾ ഇത് ഓരോന്നും ഓരോ കണ്ണ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. അങ്ങനെ 2000-ഓളം കണ്ണുകൾ ചേർന്നതാണ് കോക്രോച്ചിൻ്റെ ഒരു സിംഗിൾ ഐ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ കോമ്പൗണ്ട് ഐ എന്ന് വിളിക്കുന്നത്. ദ കോമ്പൗണ്ട് ഐസ് ആർ സിറ്റുവേറ്റഡ് അറ്റ് ദ ഡോർസൽ സർഫസ് ഓഫ് ദ ഹെഡ്. ഈച്ച് ഐ കൺസിസ്റ്റ് ഓഫ് അബൌട്ട് 2000 ഹെക്സഗണൽ ഒമാറ്റിഡിയ, സിംഗുലർ ഒമാറ്റിഡിയം. കോക്രോച്ചിൻ്റെ ഐയുടെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, കോമ്പൗണ്ട് ഐസാണ്. ഈ കോമ്പൗണ്ട് ഐസ് കാരണം ഉണ്ടാകുന്ന വിഷൻ, അതിനെ വിളിക്കുന്ന പേരാണ് മൊസൈക്ക് വിഷൻ. വിത്ത് ദ ഹെൽപ്പ് ഓഫ് സെവറൽ ഒമാറ്റിഡിയ എ കോക്രോച്ച് ക്യാൻ റിസീവ് സെവറൽ ഇമേജസ് ഓഫ് ആൻ ഒബ്ജക്റ്റ്. സൂചിപ്പിച്ചു, ഏകദേശം 2000-ഓളം ഒമാറ്റിഡിയാണ് ഒരു ഐയിൽ കാണുന്നത്. ഈ ഓരോ ഒമാറ്റിഡിയയും ഓരോ ലെൻസായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, ഓരോ കണ്ണുകളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ഒമാറ്റിഡിയയിൽ നിന്നും ഓരോ ഇമേജ് ഉണ്ടാവുകയാണ്. അപ്പോൾ അങ്ങനെ ആയിരക്കണക്കിന് ഇമേജാണ് കോക്രോച്ചിൽ ഒരേ സമയത്ത് ഡെവലപ്പ് ചെയ്യുന്നത്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് സെവറൽ ഒമാറ്റിഡിയ എ കോക്രോച്ച് ക്യാൻ റിസീവ് സെവറൽ ഇമേജസ് ഓഫ് ആൻ ഒബ്ജക്റ്റ്. ഈ രീതിയിലുള്ള വിഷനെ വിളിക്കുന്ന പേരാണ് മൊസൈക്ക് വിഷൻ. അപ്പോൾ ഈ മൊസൈക്ക് വിഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ പിക്ചറിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇതൊരു നോർമൽ വിഷനാണ്, ഇത് ഒരു മൊസൈക്ക് വിഷൻ്റെ ഇമേജാണ്. രണ്ടും തമ്മിലുള്ള വേരിയേഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ നമുക്ക് റെസല്യൂഷൻ ഉണ്ട്. അതായത് ഇതിലെ ഓരോ സ്പോട്ടിനെയും നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. എന്നാൽ മൊസൈക്ക് വിഷനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു റെസല്യൂഷൻ വളരെ കുറവായിരിക്കും. ദിസ് കൈൻഡ് ഓഫ് വിഷൻ ഈസ് നോൺ ആസ് മൊസൈക്ക് വിഷൻ വിത്ത് മോർ സെൻസിറ്റിവിറ്റി. സെൻസിറ്റിവിറ്റി കൂടുതലാണ്, പക്ഷേ റെസല്യൂഷൻ വളരെ കുറവാണ്. ബീയിങ് കോമൺ ഡ്യൂറിങ് നൈറ്റ്, ഹെൻസ് കാൾഡ് നൊക്ടേണൽ വിഷൻ. അപ്പോൾ ഈ ടൈപ്പ് വിഷനെ വിളിക്കുന്ന പേരാണ് നൊക്ടേണൽ വിഷൻ. അപ്പോൾ ഇത് കൂടുതലും നൈറ്റ് വിഷനുള്ള അനിമൽസിൽ കാണുന്ന ഒരു ടൈപ്പ് വിഷനാണ് മൊസൈക്ക് വിഷൻ. ഇനി നമുക്ക് കോക്രോച്ചിൻ്റെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ പാർട്ടുകൾ പരിചയപ്പെടാം. കോക്രോച്ചസ് ആർ ഡയേഷ്യസ് അനിമൽസ്. ഡയേഷ്യസ് എന്ന് പറഞ്ഞാൽ മെയിലും ഫീമെയിലും വേറെ വേറെയുള്ള ഓർഗാനിസംസാണ് ഡയേഷ്യസ്. ആൻഡ് ബോത്ത് സെക്സസ് ഹാവ് വെൽ ഡെവലപ്ഡ് റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്. മെയിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് കോക്രോച്ചസിൽ വെൽ ഡെവലപ്ഡ് ആയിട്ട് കാണാൻ സാധിക്കും. ഇനി മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ പാർട്ടുകൾ നോക്കാം. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഒരു പെയർ ടെസ്റ്റിസാണ്. ടെസ്റ്റിസാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറയുന്നത്. ടെസ്റ്റിസിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ലൈയിങ് ഓൺ ഈച്ച് ലാറ്ററൽ സൈഡ് ഇൻ ദ 4th to 6th അബ്ഡോമിനൽ സെഗ്മെൻറ്റ്സ്. അപ്പോൾ അബ്ഡോമിനലിൽ 10 സെഗ്മെൻ്റ് ഉണ്ടെന്നറിയാം. അതിൽ 4ാമത്തെയും 6ാമത്തെയും സെഗ്മെൻറ്റിൻ്റെ ഇടയിലായിട്ടാണ് ടെസ്റ്റിസ് കാണുന്നത്. ലൈയിങ് ഓൺ ഈച്ച് ലാറ്ററൽ സൈഡ് ഇൻ ദ 4th to 6th അബ്ഡോമിനൽ സെഗ്മെൻറ്റ്സ്. ഫ്രം ഈച്ച് ടെസ്റ്റിസ് എറൈസസ് എ തിൻ വാസ് ഡിഫറൻസ്. ടെസ്റ്റിസിൽ നിന്ന് ഒരു ചെറിയ ഒരു ട്യൂബ് താഴേക്ക് വരുന്നുണ്ട്, കാണാം.
ഈ ട്യൂബിനെ വിളിക്കുന്ന പേരാണ് വാസ് ഡിഫറൻസ്. ഈ വാസ് ഡിഫറൻസ് രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്നതാണ് ഇവിടെ. ഈ ജോയിൻ ചെയ്യുന്ന ഈ ഡക്റ്റിനെ വിളിക്കുന്ന പേര് ഇജാക്കുലേറ്ററി ഡക്റ്റ്. അപ്പോൾ ഇജാക്കുലേറ്ററി ഡക്റ്റ് ജോയിൻ ചെയ്യുമ്പോൾ അതിനോടൊപ്പം മറ്റൊരു സ്ട്രക്ചർ കൂടെ നമുക്കിവിടെ കാണാം, സെമിനൽ വെസിക്കിൾ. അപ്പോൾ ഇവിടെ ടെസ്റ്റിസിൽ നിന്നും വാസ് ഡിഫറൻസ് വരുന്നു. വാസ് ഡിഫറൻസ് ഇവിടെ ഇജാക്കുലേറ്ററി ഡക്റ്റിൽ ഓപ്പൺ ചെയ്യുന്നു. ഇജാക്കുലേറ്ററി ഡക്റ്റുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് സെമിനൽ വെസിക്കിൾസും കാണാൻ സാധിക്കും. From each testis arises a thin vas deferens which opens into ejaculatory duct through seminal vesicle. The ejaculatory duct opens into male gonopore situated ventral to anus. Testis ഇവിടെ കാണാം, നമുക്ക് vas difference കാണാം, ejaculatory duct കാണാം. ഇജാക്കുലേറ്ററി ഡക്റ്റ് ഓപ്പൺ ചെയ്യുന്ന ആ ഒരു ഹോളിനെ വിളിക്കുന്ന പേരാണ് മെയിൽ ഗോണോപോർ. അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സിറ്റുവേറ്റഡ് വെൻട്രൽ ടു ഏനസ്. ഏനസിൻ്റെ അടിവശത്തായിട്ടിവിടെ ആ ഒരു ഓപ്പണിംഗ് കാണാൻ സാധിക്കും. എ ക്യാരക്ടറിസ്റ്റിക് മഷ്റൂം ഷേപ്ഡ് ഗ്ലാൻഡ് ഈസ് പ്രസൻറ്റ് ഇൻ ദ 6th to 7th അബ്ഡോമിനൽ സെഗ്മെൻറ്റ്. 6-7 അബ്ഡോമിനൽ സെഗ്മെൻറ്റിന് ഇടയിലായിട്ട് ഒരു മഷ്റൂം ഷേപ്ഡ് ഗ്ലാൻഡ് കാണാം. സെക്ഷുവൽ റീപ്രൊഡക്ഷന് അക്സസ്റ്റ് ചെയ്യാനായിട്ട് ആക്സസറി ഗ്ലാൻഡായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഗ്ലാൻഡാണ് മഷ്റൂം ഷേപ്ഡ് ഗ്ലാൻഡ്. The external genitalia are represented by male gonapophysis or phallomere. ഇവിടെ സ്ട്രക്ചർ നമുക്ക് കാണാം, മെയിൽ ഗൊണാപ്പോഫൈസിസ് ഓർ ഫാലോമിയർ. മെയിൽ ഗോണോപോറിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് കാണുന്ന ഒരു കൈറ്റിനസ് അസിമെട്രിക്കൽ സ്ട്രക്ചറാണ്. അതിനെ വിളിക്കുന്ന പേരാണ് മെയിൽ ഗൊണാപ്പോഫൈസിസ് ഓർ ഫാലോമിയർ. ഫാലോമിയർ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഇവിടെ മെയിൽ ഗോണോപോറിന്, മെയിൽ ഓപ്പണിങ്ങിന് സറൗണ്ട് ചെയ്തുകൊണ്ട് ഇവിടെ കാണാൻ സാധിക്കും. ദ സ്പേംസ് ആർ സ്റ്റോർഡ് ഇൻ ദ സെമിനൽ വെസിക്കിൾസ്. അപ്പോൾ സ്പേം സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഇവിടെയാണ്, സെമിനൽ വെസിക്കിൾസിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇപ്പം മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനാണ് ടെസ്റ്റിസ്. ടെസ്റ്റിസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന റീപ്രൊഡക്റ്റീവ് സെൽസാണ് സ്പേം സെൽസ്. അപ്പോൾ പ്രൊഡക്ഷൻ നടക്കുന്ന സ്പേം സെൽസ് സെമിനൽ വെസിക്കിൾസിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ആർ ഗ്ലൂഡ് ടുഗദർ ഇൻ ദ ഫോം ഓഫ് ബണ്ടിൽസ്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന സ്പേം സെൽസുകളെ എല്ലാം പരസ്പരം ഒട്ടിച്ച് ഒരു ബണ്ടിൽ പോലെ ആക്കി വയ്ക്കും. അതിനെ വിളിക്കുന്ന പേരാണ് സ്പെർമറ്റോഫോർസ്. അപ്പോൾ സ്പേംസിൻ്റെ ബണ്ടിലിനെ വിളിക്കുന്ന പേരാണ് സ്പെർമറ്റോഫോർസ്, വിച്ച് ആർ ഡിസ്ചാർജ്ഡ് ഡ്യൂറിങ് കോപ്പുലേഷൻ. കോപ്പുലേഷൻ എന്ന് പറയുന്നത് മെയിൽ ഫീമെയിൽ യൂണിയനെയാണ് കോപ്പുലേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ മെയിൽ ഫീമെയിൽ യൂണിയൻ നടക്കുന്ന സമയത്ത് ഈ സ്പെർമറ്റോഫോർസ് മെയിൽസ് ഡിസ്ചാർജ് ചെയ്യുന്നു. ഇനി ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ പാർട്ടുകൾ പരിചയപ്പെടാം. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത് 2 ലാർജ് ഓവറീസ് ആണ്. ഓവറിയാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറയുന്നത്. അതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് 2nd to 6th അബ്ഡോമിനൽ സെഗ്മെൻറ്റ്സ്. അപ്പം 4ാമത്തെയും 6ാമത്തെയും അബ്ഡോമിനൽ സെഗ്മെൻറ്റ്സിനിടയിലായിട്ടാണ് ഓവറി സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. The female reproductive system consists of 2 large ovaries lying laterally in the 2nd to 6th abdominal segments. Each ovary is formed of a group of 8 ovarian tubules. 8 ovarian tubules ചേർന്നാണ് ഈ ഓവറി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഓരോ ഒവേറിയൻ ട്യൂബ്യൂൾസിനകത്തും ഓവം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു ചെയിൻ ഓഫ് ഓവ ഇതിനകത്ത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഓരോ ഓവറിയും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഏകദേശം 8ഓളം ഒവേറിയൻ ട്യൂബ്യൂൾസുകൾ ചേർന്നാണ്, കണ്ടെയ്നിങ് എ ചെയിൻ ഓഫ് ഡെവലപ്പിംഗ് ഓവ. ഓവിഡക്റ്റ് ഓഫ് ഈച്ച് ഓവറി യുണൈറ്റ് ഇൻടു എ സിംഗിൾ മീഡിയൻ ഓവിഡക്റ്റ്. അപ്പോൾ ഇവിടെ ഓവറി ഉണ്ട്, ഓവറിയിൽ നിന്നും വരുന്ന ഡക്റ്റാണ് ഓവിഡക്റ്റ്. ഈ ഓവിഡക്റ്റ് രണ്ടും കൂടെ ഇവിടെ യുണൈറ്റ് ചെയ്യുന്നു. 2 ഓവിഡക്റ്റും കൂടെ യുണൈറ്റ് ചെയ്തിട്ടൊരു കോമൺ ഓവിഡക്റ്റ് അഥവാ വജൈന എന്ന് പറയുന്ന ഒരു പാർട്ട് ഡെവലപ്പ് ചെയ്യുന്നു. ഇത് ജനൈറ്റൽ ചേംബറിലേക്ക് ഓപ്പൺ ചെയ്യുന്നു. ഓവറി, ഓവേറിയൻ ട്യൂബ്യൂൾസ് കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഓവറി
ഓവറിയിൽ നിന്നും അടുത്ത് ഓവിഡക്റ്റിലേക്ക് വരുന്നു. ഓവിഡക്റ്റിൽ നിന്നും അടുത്തൊരു 2 ഓവിഡക്റ്റും കൂടെ ചേർന്ന ഭാഗത്തിനെയാണ് കോമൺ ഓവിഡക്റ്റ് ഓർ വജൈന എന്ന് വിളിക്കുന്നത്. ഇത് എവിടേക്ക് ഓപ്പൺ ചെയ്യുന്നു? ജനൈറ്റൽ ചേംബറിലേക്ക് ഓപ്പൺ ചെയ്യുന്നു. എ പെയർ ഓഫ് സ്പെർമാതീക്ക ഈസ് പ്രസന്റ് ഇൻ ദ 6th സെഗ്മെന്റ്. 6ാമത്തെ സെഗ്മെന്റിൽ ഒരു പെയർ സ്പെർമാതീക്ക കാണാൻ സാധിക്കും. ഇവിടെ കാണാൻ സാധിക്കും നമുക്കിവിടെ സ്പെർമാതീക്ക എന്ന് പറയുന്ന സ്ട്രക്ചർ, സ്പേംസിനെ സ്റ്റോർ ചെയ്യുന്ന സ്ഥലം. എ പെയർ ഓഫ് സ്പെർമാതീക്ക ഈസ് പ്രസന്റ് ഇൻ ദ 6th സെഗ്മെന്റ് വിച്ച് ഓപ്പൺസ് ഇൻ ടു ദ ജനൈറ്റൽ ചേംബർ. അപ്പോൾ അതും ജനൈറ്റൽ ചേംബറിലേക്ക് ഓപ്പൺ ചെയ്യുന്നു. സ്പേംസ് ആർ ട്രാൻസ്ഫേർഡ് ത്രൂ സ്പെർമറ്റോഫോർസ്. നേരത്തെ പറഞ്ഞു, കോപ്പുലേഷൻ നടന്നിട്ട് മെയിൽ ഫീമെയിൽ യൂണിയൻ നടക്കുന്ന സമയത്ത് സ്പേംസ് സ്പെർമറ്റോഫോർസ് ആയിട്ട് അവിടെ നേരത്തെ പരസ്പരം ഗ്ലൂ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്പേം സെൽസ് എല്ലാം കൂടെ ചേർന്നിട്ട് സ്പെർമറ്റോഫോറായിട്ടൊരു സ്ട്രക്ചറായിട്ട് അതിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യുന്നു? മെയിൽസിൽ നിന്നും ഫീമെയിൽസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇപ്പോൾ ഫീമെയിൽസിലെത്തിക്കഴിഞ്ഞിട്ട് മെയിൽ ഫീമെയിൽ ഗമീറ്റ്സുകൾ യുണൈറ്റ് ചെയ്തിട്ട് ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. അപ്പോൾ അങ്ങനെ ഫെർട്ടിലൈസ് ചെയ്ത എഗ്ഗ് ആർ എൻകേസ്ഡ് ഇൻ ക്യാപ്സ്യൂൾസ് കാൾഡ് ഊത്തിക്കെ. ഇങ്ങനെ ഒരു സ്ട്രക്ചർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കോക്രോച്ചൊക്കെ അതിൻ്റെ കോക്രോച്ചിൻ്റെ മുട്ട. ദർ ഫെർട്ടിലൈസ്ഡ് എഗ്സ്. ഫെർട്ടിലൈസ് ചെയ്ത എഗ്ഗിനെയാണ് ഈ രൂപത്തിലത് ഓരോ സ്ഥലത്തും ഇങ്ങനെ കൊണ്ടുവന്ന് ഒട്ടിച്ച് വെക്കുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ് ഊത്തിക്കെ. The fertilized eggs are encased in capsules called ootheca. Ootheca is a dark reddish to blackish brown capsule about 8 mm long. 8 മില്ലിമീറ്ററോളം നീളമുള്ള ഡാർക്ക് റെഡിഷ് കളറിലോ ബ്ലാക്കിഷ് ബ്രൗൺ കളറിലോ കാണുന്ന ക്യാപ്സ്യൂളാണ് ഊത്തിക്ക. They are dropped or glued to a suitable surface, usually in a crack or crevice of high relative humidity near a food source. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ഈ ഊത്തിക്കകത്ത് ധാരാളം അടുത്ത കോക്രോച്ച് ഡെവലപ്പ് ചെയ്യാനുള്ള ഫെർട്ടിലൈസ്ഡ് എഗ്സ് ആണ്. അപ്പോൾ ഇതിനത് ഫുഡ് റിസോഴ്സ് കിട്ടുന്ന ഒരു സ്ഥലത്തിനടുത്താണ് ഈ ഊത്തിക്ക അത് കൊണ്ടുവന്ന് വെക്കുക. ദേ ആർ ഡ്രോപ്ഡ് ഓർ ഗ്ലൂഡ്. ഗ്ലൂഡ് മീൻസ് ഒട്ടിച്ച് വയ്ക്കുക അല്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്യുന്നു. എ സൂട്ടബിൾ സർഫസ്, യൂഷ്വലി ഇൻ എ ക്രാക്ക്, വിടവുകളിലോ ഓർ ക്രെവിസ്, അങ്ങനെ വിള്ളൽ ഭാഗത്തുകളിലോ. അവിടെയൊക്കെ എന്ത് പ്രത്യേകത ഉണ്ടാവുന്നതാണ്? ഹൈ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, ഈർപ്പം ഉണ്ടാകും. നിയർ എ ഫുഡ് സോഴ്സ്, ഫുഡ് സോഴ്സിനടുത്തായിരിക്കണം. ഓൺ ആൻ ആവറേജ് ഫീമെയിൽ പ്രൊഡ്യൂസ് 9 to 10 ഊത്തിക്ക. ഒരു ഫീമെയിൽ സാധാരണ 9 മുതൽ 10 വരെ ഊത്തിക്ക പ്രൊഡ്യൂസ് ചെയ്യും. ഓരോന്നിനകത്തും 14 മുതൽ 16 എഗ്ഗ് ഉണ്ടാകും. 14-16 എഗ്ഗ് വരെ ഓരോ ഊത്തിക്കകത്തും ഉണ്ടാകും. ഇനി ഇതിൻ്റെ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത്, എഗ്ഗ് ഡെവലപ്പ് ചെയ്തിട്ട് അടുത്ത് വരുന്നത് ഒരു നിംഫൽ സ്റ്റേജാണ് വരിക. എഗ്ഗിൽ നിന്നും ഡയറക്റ്റ് പൂർണ്ണ വളർച്ചയെത്തിയ കോക്രോച്ച് ഡെവലപ്പ് ചെയ്യില്ല. ഇത് നിംഫൽ സ്റ്റേജായിട്ട് മാറുന്നു. ഡെവലപ്മെൻറ്റ് ഓഫ് പെരിപ്ലാനേറ്റ അമേരിക്കാന ഈസ് പൗരോ മെറ്റബോളസ് ഡെവലപ്മെൻറ്റ്. ദാറ്റ് ഈസ് ദർ ഈസ് ഡെവലപ്മെൻറ്റ് ത്രൂ നിംഫൽ സ്റ്റേജ്. ഇത് കോക്രോച്ചുമായിട്ട് മോർഫോളജിക്കലി അത് സാമ്യം ഉണ്ടാകും, പക്ഷേ ഇതിന് വിങ്സ് ഒന്നും കാണത്തില്ല, ചിറകൊന്നും ഡെവലപ്പ് ചെയ്യില്ല. അപ്പം അത് കുറേ മോൾട്ടിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിന് വിധേയമായിട്ടാണ് അത് അഡൽട്ട് കോക്രോച്ചായിട്ട് മാറുന്നത്. ദ നിംഫ് ലുക്ക് വെരി മച്ച് ലൈക്ക് അഡൽട്സ്. ദ നിംഫ് ഗ്രോസ് ബൈ മോൾട്ടിങ് അബൌട്ട് 13 times. 13 പ്രാവശ്യം അത് മോൾട്ടിങ് നടന്നതിന് ശേഷമാണ് എഗ്ഗ് നിംഫൽ സ്റ്റേജ്, പല നിംഫൽ സ്റ്റേജുകൾ പിന്നിട്ടിട്ടാണ് അഡൽട്ട് കോക്രോച്ചായിട്ട് മാറുക. The next to last nymphal stage has wing pads, but only adult cockroaches have wings. ഇപ്പോൾ കോക്രോച്ചിനെ കാണുമ്പോൾ അതിൽ വിങ്സ് ഇല്ലാത്ത കോക്രോച്ചിനെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അത് ഉറപ്പിക്കുക, അത് നിംഫൽ സ്റ്റേജ് ആണ്. ഡെവലപ്മെൻറ്റ് കംപ്ലീറ്റ് ആയ കോക്രോച്ച് അല്ല. അതിൻ്റെ ഇവിടെ വിങ് പാഡ്സ് കാണും, ബട്ട് വിങ് ഡെവലപ്പ് ചെയ്തിരിക്കില്ല. അഡൽട്ട് കോക്രോച്ചിന് മാത്രമേ വിങ്സ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ ഡെവലപ്മെൻറ്റ് നിംഫൽ സ്റ്റേജ് വഴി നടക്കുന്നതിനെയാണ് പൗരോ മെറ്റബോളസ് ഡെവലപ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി കോക്രോച്ചിൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ്, എന്തെങ്കിലും സാമ്പത്തിക പ്രാധാന്യം ഉണ്ടോ കോക്രോച്ചിന്? ഒരു പ്രാധാന്യവും ഇല്ല. മെനി സ്പീഷീസ് ഓഫ് കോക്രോച്ചസ് ആർ വൈൽഡ് ആൻഡ് ആർ ഓഫ് നോ എക്കണോമിക് ഇമ്പോർട്ടൻസ്. ദേ ആർ പെസ്റ്റ്, അത് കീടങ്ങളാണ്. ബിക്കോസ് ദേ ഡിസ്ട്രോയ് ഫുഡ് ആൻഡ് കണ്ടാമിനേറ്റഡ് ഇറ്റ് വിത്ത് ദെയർ സ്മെല്ലി എക്സ്ക്രീറ്റ. ഫുഡ് റിസോഴ്സസിനെയൊക്കെ ഇത് നശിപ്പിക്കുന്നു.
അതുപോലെ തന്നെ ഇതിൻ്റെ എക്സ്ക്രീറ്ററി വേസ്റ്റുകളുടെ ആ സ്മെല്ല് കാരണം ആ ഫുഡ് നമുക്ക് പിന്നെ ഉപയോഗിക്കാനും പറ്റാത്ത അവസ്ഥയിലേക്ക് ഫുഡിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന ഒരു പെസ്റ്റാണ് കോക്രോച്ച്. They can transmit a variety of bacterial diseases by contaminating food material. ഫുഡ് മെറ്റീരിയലെ കണ്ടാമിനേറ്റ് ചെയ്തുകൊണ്ട് ധാരാളം ഡിസീസസ് ഉണ്ടാക്കാനും കൂടെ കഴിയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. കോക്രോച്ചിനെ സംബന്ധിച്ച് അതിന് ഒരു എക്കണോമിക് ഇമ്പോർട്ടൻസും ഇല്ല, അത് പെസ്റ്റാണ്. അതുപോലെ തന്നെ ഇത് ഡിസീസസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു വെക്ടറും കൂടെയായിട്ട് ഇത് ആക്ട് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കോക്രോച്ചിൻ്റെ മോർഫോളജി അനാട്ടമി എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് പഠിക്കേണ്ടത്. For video lessons, please subscribe TLP's biology classes. Thank you.